ശ്ലോകം 2. അധിരുഹ്യ പദാംബുരുഹേണ ചതം. പദാംബുരുഹം, അംബുരുഹം, അമ്പുവിനെ തുളച്ചു വരുന്നത്. അമ്പു ജലം, ജലത്തിനെ തുളച്ചു വരുന്നത് താമര. താമര പോലെ മനോഹരമായ പദങ്ങൾ, പാദങ്ങൾ. അധിരുഹ്യ പദാംബുരുഹേണ ചതം. അങ്ങനെ താൻ ചവിട്ടി അതിൻ്റെ മുകളിൽ കയറി. ഇപ്പോൾ എങ്ങനെയുണ്ട്? നവപല്ലവതുല്യ മനോജ്ഞരുച. പുതിയ തളിരുകൾ ആ വൃക്ഷത്തിൽ വന്നുവോ എന്ന് തോന്നുമാറ് മനോഹരമായൊരു കാന്തി ആ വൃക്ഷത്തിന് ഉണ്ടായി. ഭഗവാന്റെ പാദങ്ങൾ തട്ടിയതുകൊണ്ടാണ്. തൃച്ചേവടികൾ, ആ തൃച്ചേവടികൾ നോക്കുമ്പോൾ പല്ലവം പോലെ, തളിര് പോലെ നമുക്ക് തോന്നും. അത്രത്തോളം രുച, കാന്തിയോട് കൂടിയതാണ് അത്. അങ്ങനെയുള്ള ആ കടമ്പ് വൃക്ഷത്തിൽ നിന്ന് ഭഗവാൻ ഹൃദവാരിണി, ആ വെള്ളക്കയത്തിലേക്ക്, ഹൃദം കയം, എവിടെ വെള്ളം ഒഴുകാതെ കണ്ട് കെട്ടി നിൽക്കണമോ അതാണ് ഹൃദം അല്ലെങ്കിൽ കയം. അവിടേക്ക് ദൂരതരമ്യപദ, വളരെ ദൂരത്തേക്ക് എടുത്തു ചാടി. എപ്പോ ഭഗവാൻ ചാടിയോ? പരിഘൂർണിത ഘോരതരംഗഗണേ. തരംഗങ്ങൾ ഇല്ലെങ്കിലേ ഘോരമാണ്. എപ്പോഴും ഇങ്ങനെ പൊന്തിക്കൊണ്ട് വരുന്നതായ തരംഗങ്ങൾ, അത് ഗണം, കൂട്ടമായിട്ടാണ് ആ അലകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ഭഗവാന്റെ ചാട്ടം കൊണ്ട് പരിഘൂർണിതമായി വെള്ളം അങ്ങ് മുകളിലേക്ക് തെറിക്കാൻ തുടങ്ങി. പരിഘൂർണിതമായിട്ടുള്ള ഇതിലേക്ക് ഇളകി മറിയുന്ന തിരമാലകളോടുകൂടിയ ആ ഹൃദയത്തിലേക്ക്, ആ കയത്തിലേക്ക് ഭഗവാൻ ഗോപന്മാർക്കും ഗോപിമാർക്കും പരമാനന്ദത്തെ പ്രദാനം ചെയ്യാൻ വേണ്ടി ആ ജലം കിട്ടിയാൽ അവർക്ക് കുടിക്കാനായി ഇവനെ അവിടുന്ന് ഓട്ടിക്കണമെന്ന് തീർച്ചയാക്കി എടുത്ത് ചാടിയുണ്ടായി. ഹൃദവാരിണി ദൂരതരമ്യപദ. അങ്ങനെ വളരെ ദൂരത്തേക്ക് ഭഗവാൻ എടുത്തതായി. എന്തിനു വേണ്ടി ഇങ്ങനെ ചെയ്തു? ഒരു ഒച്ചയുണ്ടാക്കാൻ. ഈ പാമ്പുകളെയും മറ്റുമൊക്കെ പിടിക്കുന്നത് എങ്ങനെയാണ്? ഒരു ശബ്ദമുണ്ടാക്കിയിട്ടാണ്. ഇതാണ് ശബ്ദം കേട്ടാൽ പാമ്പുകൾക്ക് കണ്ണു കാണില്ല എന്നും പറയും. അതുകൊണ്ടാണ് നാട്ടിൻ പുറത്തുള്ളവരൊക്കെ കൊട്ടിയിട്ടാണ് പാടത്തുകൂടി നടക്കുക. അപ്പോൾ ഈ ശബ്ദം കേട്ടാൽ പിന്നെ അവന് കണ്ണു കാണില്ല. ഇവിടെ അതുപോലെ തന്നെയാണ്. ഈ ശബ്ദം കേട്ടപ്പോൾ അവൻ മുകളിലേക്ക് വരികയാണ്. അപ്പോൾ അവനെ ആകർഷിക്കാൻ വേണ്ടി പാമ്പാട്ടികൾ ചെയ്യുന്ന അതേ ഇത് തന്നെ അവർ വളരെ മനോഹരമായിട്ടുള്ള ഗാനമാണ് കേൾപ്പിക്കുക. അതിൽ മയങ്ങിയിട്ടാണ് ഈ പാമ്പ് വരിക. ഇവിടെ അതൊന്നുമില്ല. അതിഭയങ്കരമായിട്ടുള്ളതായ ഒരു ശബ്ദം, ഭഗവാന്റെ ശബ്ദം. എത്ര വലുതായ ശബ്ദമാണെന്ന് ഞാൻ അങ്ങോട്ട് പറയുന്നുണ്ട്. മൂന്ന് ലോകത്തിൻ്റെയും, സ്വർഗം, ഭൂമി, പാതാളം ആകുന്ന 14 ലോകമാണ്, 3 ലോകമല്ല. ഈ 14 ലോകത്തിൻ്റെ ഘനമാണ് ഭഗവാൻ. ആ ഘനമാണ് ഇപ്പോൾ അവിടെ വന്ന് വീണിരിക്കണേ. അപ്പോൾ വെള്ളം എത്രമാത്രം അങ്ങോട്ട് ശബ്ദം ഉണ്ടാക്കി. പരിഘൂർണിത ഘോരതരംഗഗണേ. ആ വെള്ളം 4 പാടും അങ്ങോട്ട് പൊന്തി കരയെല്ലാം കവിഞ്ഞ് ഒഴുകി.